trees, you can see some green roof. There is a Aramgarh by the government. We stayed there. Green waters. There's a village, and this place is Chauri in Pangi Valley. Mommy. വീഡിയോ വേണോ നിനക്ക്? ഫോർമാറ്റ് ചെയ്തിരുന്ന മാത്രം മതി. അതില്ല ഇന്നത്തെ സം 1 വീക്കിന്റെ മെനക്കെട്ട് ഫോർമാറ്റ് ചെയ്താലും പോയില്ലേ? ഫോർമാറ്റ് ചെയ്തിട്ടില്ല. 1 വീക്കിനൊക്കെ കപ്പാസിറ്റി ഇറങ്ങിയപ്പോഴും മറ്റേ ഫോർമാറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും വഴിക്ക് വെച്ച് ഫോർമാറ്റ് ചെയ്തായിരുന്നു. അയ്യോ അവരവിടെ നിർത്തും. വിൻഡോ അതിന്റെ മിറർ ഇവിടെ ക്ലിയർ. വേറെ വണ്ടികൾ വരുന്നുണ്ട്. ദൂരെയാ നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിങ്ങനെ സ്പോട്ടുകളുണ്ട്. എവിടെ വീഡിയോ അവര് നോക്കിക്കൊണ്ട് മിററിനകത്തോട്ട് വയ്ക്ക്. ऊपर से पत्थर आते हैं। अच्छा ठीक है आप निकाल दो. മാക്സിമം റിസ്ക്. വണ്ടിയുടെ പേര് തന്നെ അതാണ്. പറഞ്ഞു പോയത്. അയ്യോ ബൈക്കുകാരും ബൈക്കുമാരെന്നെ ഉദ്ദേശിച്ചു. പറഞ്ഞ ശരിയാണ്. വെള്ളമുള്ളിടത്ത് വരും. ഇവിടെ സ്ഥലമുണ്ടായിരുന്നു. അവരോട് നിർത്തിയാൽ പോലെ. അതെ അവനവിടെ നിർത്തിയാൽ മതിയായിരുന്നു. അവന്മാര് പുറകോട്ട് എടുക്കാൻ. അതിനാണ് നമ്മൾ പുറകോട്ട് എടുക്കാൻ. റോഡ് അവിടെ തീർന്നോ? അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് റോഡ്. ഇത്രയും മഴ ചെയ്യാതെ വിട്ടതാ ഫോർ വാട്ടർ റീസൺ. ഇവിടെ ഒന്നും സ്ഥലമില്ല വണ്ടി വെക്കാൻ. എന്തോ പറഞ്ഞു കല്ലൊക്കെ നേരെ അകത്തെത്തും. ഇതായിരുന്നു ആ സ്ഥലം. ഇതും ഇന്ത്യച്ചിരി അപ്പുറത്തോട്ടും. ഇത് ശരിക്കും 2 ദിവസം ബ്ലോക്ക് ആവാനൊക്കെ ഉണ്ട്. ഒരു പൊട്ടനാണല്ലോ അവന്. അവര് ഡൽഹൌസിക്ക് പോവാണ് വഴി വന്നിരിക്കുന്നത്. ഒന്നാന്തര വഴി കിടക്കുമ്പോഴാണ്. അതെ ഇവിടുന്ന് ഡൽഹൌസിക്ക് പോകാൻ വേണ്ടിട്ട് ഒന്നും അറിയാതെ വിവരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചുമ്മാ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, വിവരമില്ല. അതൊക്കെ അങ്ങെത്തും. നിന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് പോവാ. അത് ആ വണ്ടിയും കൊണ്ട് എങ്ങോട്ട് എത്തില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഓരോ സാധനങ്ങള് മതിയായിരുന്നു. ഇത് വന്ന വഴി കാണുന്നില്ല, സ്നോ വന്ന വഴി. അല്ലാതെ ഇവിടെ ഇങ്ങനെ കൂടി കിടക്കില്ലല്ലോ. ചെക്കൻ ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുക. അവന് ചെവിക്കകത്ത് തിരികെ വെച്ചേക്കായിരുന്നു, കണ്ടായിരുന്നോ? അതെ അവന്റെ ചെവിക്കകത്ത് അവനെന്റെ ചെവിക്കകത്ത് തിരികെ വെച്ചേക്കുന്നു. എന്നിട്ട് ഗൂഗിളിൽ അവിടെ ഇങ്ങനെ ലഗായിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ കില്ലടുകാർക്ക് അത്യാവശ്യം ഗസ്റ്റിനെ കിട്ടും. അതെ പറഞ്ഞ് എനിക്ക് ബ്ലാസ്റ്റ് ചെയ്ത കൂടത്തെ കൂടി ഇടിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. അതെ
ഗസ്റ്റിനെ കിട്ടും. 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ അവർ അടിപൊളി ഡിസൈഡ് ഒക്കെ ചെയ്ത് ഇവിടെ സ്ഥലമുണ്ട് വെക്കാൻ. ഇങ്ങോട്ട് വെക്കാം. വലിയ ട്രക്ക്. ഈ മിററിനെ ഇങ്ങോട്ട് വെച്ചോ. മുമ്പോട്ടാക്കും. അതിന് സ്ഥലമുണ്ട്. ജയ് അജയ് പാൽ. ആരാടാ ജയ് അജയ് പാൽ? സ്പിരിറ്റ് അപ്പായല്ലേ? ഇതും കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതൊക്കെ സ്നോ വന്നത് തന്നെ കേട്ടോ. ആ ട്രക്ക് പോകുന്ന വഴി നമുക്ക് ഡെഫിനറ്റ്ലി പോകാം. അവിടെ തന്നെ ആയിരുന്നു നിർത്താൻ പറ്റിയ സ്ഥലം. അത് തന്നെയായിരുന്നു. ഇച്ചിരി ടൈറ്റ് ആണ്. ദൂരം നോക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല രീതി ഉണ്ട് എന്നുള്ള കാര്യം. ഈ സ്നോക്ക് പിന്നെ വന്ന വഴിയുണ്ട്, മറ്റേ സ്നോ വന്ന വഴിയെ കാണുന്നില്ല. അപ്പൊ അവിടെ മുകളിൽ മലയാണ്, പക്ഷെ ഇടിഞ്ഞു വന്ന 2 സൈഡ് കൂടെ പോവുള്ളൂ. അവര് വീടുള്ള ഭാഗം സേഫാണ്. ട്രഡീഷണലി ആൾക്കാർക്ക് അറിയാമല്ലോ. ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഇതിപ്പോ ഇത് പഴയ റോഡാണ്. പുതിയതായിട്ടാണ് പ്ലാസ്റ്റിക് മാറ്റാം. എല്ലായിടത്തും ഒരു മന്ദിറുണ്ട്. അവിടെ ഇപ്പുറത്തെ മലയിൽ ഒരു മന്ദിർ. അതിനെ കണ്ടിട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ മന്ദിറിന്റെ ഒരു ലുക്ക്. വാട്ടർഫാൾ പേരിടാം. പാലരുവി, തേനരുവി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. പാലരുവി കുറവാണ്. ഇറങ്ങി എന്നിട്ട് കമേനി പവർ വന്നപ്പോഴത്തേക്കും ആദ്യം കൊന്ന കമ്മ്യൂണിസ്റ്റിനെയാണ്. അവനോട് നിർത്തി നമ്മോട് സംസാരിക്കില്ലല്ലോ, നമ്മൾ ചെന്ന് സംസാരിക്കാതെ. അതെ അതെ. കരിക്ക നോക്കാം. അല്ലെങ്കിൽ സമയം മാത്രമായില്ല. 2 മണിയായതുള്ളൂ. 2:30 നോക്കാം. അയ്യോ, ഇത് ഫ്രഷ് ആണല്ലോ ജിമ്മി. നമുക്ക് കല്ലെടുത്ത് മാറ്റേണ്ടി വരും. അയ്യോ, ഇത് ഫ്രഷ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫ്രഷ് ആണോ കേട്ടോ. ഇത് ഫ്രഷാ. ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കട്ടെ. ഞാനോട് ഇറങ്ങാം. നമുക്ക് ഒരുമിച്ച് മാറ്റാം. ഓഫ് ചെയ്ത് തന്നെ ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് നോക്ക്.
സംശയമായിരുന്നു അവിടെ. കടന്നു പോകുന്നു. പക്ഷെ എല്ലാ വണ്ടികളും ഇതിന്റെ മുകളിൽ തന്നെ പോയത്. നല്ല ഇടയുണ്ടായിരുന്നോ? എന്നാൽ ഇച്ചിരി ഒരു അതിലേ പോയത്. കല്ല് വീണുകൊണ്ടിരിക്കുക അവിടെ. വീണുകൊണ്ടിരിക്കുക. പക്ഷെ വലിയ നമ്മൾക്കൂടെ AC ഓണായിരുന്നു. പട്ടികൾ നോക്കി നമ്മളെ കണ്ടു കഴിയുമ്പോ വരുന്നുണ്ട്. അവിടെ വെള്ളത്തിന്റെ നമ്മൾ കറങ്ങുന്ന സംഭവം നോക്ക്. വെട്ടിക്കിളി സ്പ്ലിറ്റാക്കി നിർത്തിയേക്കുന്നു. അത് വിറ്റായി പോയത്. സ്പ്ലിറ്റായി തോന്നുന്നു. എന്താണ് ഉമ്മാര് കാണിക്കുന്നു? ചോദിക്കണോ? വേണ്ട. ഒന്നുമില്ല, അവര് ചുമ്മാ തമാശ പിള്ളേരെ എന്റർടൈൻ ചെയ്തത് മറ്റുമാണ്. ഇവരൊട്ട് മന്ദിറിൽ പോയിട്ട് വരുന്ന പെണ്ണുങ്ങളായിരിക്കും. മഹിളാ മണ്ഡൽ സംതിങ് ആപ്ക സ്വാഗത. അങ്ങോട്ട് ആണ് പരിപാടി. ഞെട്ടിപ്പോയ ഭയങ്കര സ്പീഡിലായിരുന്നു. ഞാൻ വല്ല ബ്രേക്ക് വല്ലതും പോയതാണോ അയാളുടെ? സഡൻലി ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ സഡൻലി ഞാൻ വണ്ടി കണ്ടത്. സ്റ്റൈല് കാണിച്ചത്. ഇതും ഷോറാണ്. ഷോർ ഭയങ്കര വലിയ സ്ഥലമാണ്. ഇവിടെ എല്ലാം ഷോർ തന്നെ എഴുതിയിരിക്കുന്നത്. അതും ഷോർ, ഇതും ഷോർ, നമ്മൾ താമസിച്ചതും ഷോർ. റോഡാ വരുന്നത്. ഡൽഹിയിലോട്ടൊക്കെയുള്ള സിറ്റിസൺ റോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണോ ഹൈവേ എത്തുന്നെന്ന് പറഞ്ഞേ? തുംസേരി ഇവിടെ ഒന്നുമില്ല. ഉദയപൂർ റോഡ് കർഗ. ഉദയപൂർ 46 നമ്മൾ ഇത്രയും കഴിയുന്നു. കീലോങ് വെൽക്കംസ് യു ടു കീലോങ്. ഇതാണ് നമ്മുടെ റോഡ് ഹൈവേ. ഇതാ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഓയ് അവളിവിടെ നിർത്തും പറഞ്ഞാണ്. ഞാൻ ആലോചിച്ചു ഇത് തന്നെയല്ലേ ഹൈവേ. ഫോട്ടോ ബന്ധ. ഹലോ. ഇനി മറ്റേ അത് കാണുമ്പോൾ ടണല് എന്റെ സംഭവത്തുമ്പോ മനസ്സിലാവും അവിടെ റൈറ്റ് സൈഡിൽ എന്നതാണ്. അച്ഛാ ഇത് നമ്മൾ എത്തി. ടണലാണോ? ഐ തിങ്ക് സോ. നോ, ഒരുപാട് കിലോമീറ്റർ കണ്ടായിരുന്നല്ലോ അവിടെ എഴുതി വെച്ചത് കണ്ടപ്പം. പിന്നെന്താണത്? ടണലല്ലേ? റോത്താങ്ങളെ വഴി കയറണം. പോകത്തില്ല. അതാണ് റോത്താങ്ങളെ പോകുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലം എത്തുന്നുണ്ടോ? ആൾക്കാരെ വില്ലേജൊക്കെ പോയിരിക്കും. ചന്ദ്ര ബ്രിഡ്ജ്. ഇതെപ്പോഴാ ചന്ദ്ര ബ്രിഡ്ജ് ആയത്? ഒരു ടണ്ണിലാണോ തോന്നുന്നു. 2 ടണ്ണോ? ഇത് ഗോറിയെന്ന നമ്മളെ കണ്ടിട്ടുണ്ട് അവിടുന്ന്. ഈ ടണലിന്റെ എന്താ പറയാ, ബർത്ത് മുതല് ഇൻഫൻസി മുതല് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ബർത്ത് ഇൻഫൻസി എല്ലാം പോവില്ല. അതെ, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഇതൊരു പട്ടിയെ നോക്കാം. പട്ടിയെ കണ്ടിട്ട് തോന്നുന്നു അത് സ്നോയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ. മരത്തിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് പണി നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളകത്ത് അന്ന് ഒരാള് നമുക്ക് വേണ്ടി വണ്ടി തന്നിവിടെ കൊണ്ടുവന്ന്
സ്നോ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. മണാലി ഇവിടുന്ന് എത്രയുണ്ട്? 5-6 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ സിറ്റി. പതുമാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ് റൂം. പതും. चलो കയറിക്ക് പോയേക്കാം.